ചോന്നുള്ളു. അപ്പൊ ഞാനിങ്ങനെ നന്നാക്കിട്ട് എനിക്ക് മടിയാവുന്നോളം ഇഞ്ചി പൂവമ്പഴം, മെയിൻ സാധനം പൂവമ്പഴം. ഇതിലേക്കാണ് ഇഞ്ചി വരണത്. അത്ഭുതം തന്നെ, അത്ഭുതം. പിന്നെ ചോന്നുള്ളി, ചോന്നുള്ളി, ചോന്നുള്ളി. പിന്നെ അവില് ഞാൻ പാത്രത്തിലാക്കാൻ പാത്രം കനൊന്നുമില്ല. പിന്നെ പഞ്ചസാര, ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം പറഞ്ഞേ. അമ്മ വന്നിട്ട് പറഞ്ഞ പിന്നെ നല്ല ടേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഉണ്ടാക്കിട്ട് നോക്കാലോ. നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ആദ്യം നമുക്ക് അവില് വറക്കാം. അപ്പൊ അതിനിടയിൽ വേറെ വേറെ കാര്യങ്ങൾ തറവാട്ടിട്ടല്ല, യൂട്യൂബിൽ പറ്റിയത്. അവില് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ചൂടാക്കിയത് ഇഷ്ടം. കറുമുറാന്ന് കടിച്ചിട്ട് അത്ര മൊരിക്കണ്ട, എന്നാലും അവില് വറുത്തിട്ട് ആക്കണത് ഇഷ്ടം. അതേ നമ്മൾ ഇഞ്ചി തൊലി കളഞ്ഞു കേട്ടോ. ഇത് കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് അടിക്കാൻ പോവാ. അതേ ഇഞ്ചി നീരെടുത്തുട്ടാ. പഴം നമുക്ക് മിക്സിയിൽ അടിക്കാം. അപ്പൊ നമുക്ക് ഇത് അടിക്കാൻ പോവാം. 3 പഴം എടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി നീര് ഒഴിച്ചിട്ട് അടിക്കാം. കുറച്ചൊഴിക്കാട്ടെ നമുക്ക്. എന്നിട്ട് ചേരുവകളൊക്കെ ചേർത്ത് അടിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. നോക്കാം. വിചാരിച്ച പോലെ ഇല്ല ടേസ്റ്റ്. കൂടി വെക്കാൻ രസമുണ്ട്. നമുക്ക് ഇതില് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. എനിക്ക് പഞ്ചസാര കഴിക്കണത് ഇഷ്ടമല്ല. നമ്മുടെ കൈ നിറഞ്ഞതാണോ ഇതൊക്കെ? അല്ല, അമ്മ പറഞ്ഞു പഞ്ചസാര ഇടാൻ. പഞ്ചസാര ഇടാൻ പറഞ്ഞത് എപ്പോഴാന്നൊന്നും പറഞ്ഞില്ല. ഇതില് കുറച്ചിടാം. എന്നിട്ട് പിന്നെ ഉള്ളിയിൽ ഇങ്ങനെ തിരുമ്പ. ഒരു സ്പൂൺ ഇട്ടോളൂ കേട്ടോ. അടിക്കട്ടെ കേട്ടാ. എന്തായി സംഗതി? എന്തായി എക്സ്പ്രഷൻ? മൂളിയാ ഇത്ര ഉള്ളി വേണം അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ നന്നാക്കിട്ട് എനിക്ക് മടിയാവുന്നോളം എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ചിലപ്പോ ഞാൻ അത്ര നോക്കില്ല. അല്ല, കുറച്ചവില്ലല്ലേ ഉള്ളൂ. എന്റെ ഈ റെസിപ്പി കാണണമെങ്കിലേ എന്റെ ഈ വീഡിയോ ഫുള്ളായി നിങ്ങൾ കാണേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഞാൻ ഭയങ്കര ലാഗായിട്ടാ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാണ്ടേ. ഇത് കാരണം ഒറ്റയടിക്ക് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കണ്ടു തീർത്താൽ തന്നെ മനസ്സിലാവുള്ളൂ. നമുക്കിതില്ലേ പഞ്ചസാര ഇട്ട് കൊടുക്കാട്ടാ. ഒരു 3 സ്പൂണിന്റെ അടുത്തിട്ടുണ്ട് പഞ്ചസാര. കൈ വെച്ചിട്ടാണ് തിരുമ്പണ കേട്ടാ. നന്നായി കൈയൊക്കെ കുഴപ്പമുണ്ട്. കൈ വെച്ചിട്ട് ഈ പഴം അടിച്ചു വെച്ചത് ഒഴിക്കാം. ഇതില് നമുക്ക് അവിലിട്ട് കൊടുക്കാം. അവിലിട്ട് കൊടുക്കാം. അവിലിങ്ങനെ ഞാൻ അതിന്റെ അടിയിലത്തത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ടാ. ഇത് അപ്പാപ്പ കൂട്ടി തിന്നുമ്പോഴാണ് ടേസ്റ്റ്. ഇതിപ്പോ നമ്മളിപ്പോ തന്നെ തീർക്കുന്നു എനിക്കറിയാം. അതുകൊണ്ട് വറുത്തവില് മുഴുവൻ ഇതിലിടാട്ടാ. ഇതിന്റെ അടിഭാഗത്ത് ചിലപ്പോ മണ്ണിന്റെ അരി ഉണ്ടാവും. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നു. നിങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. എല്ലാം കൂട്ടി കുറച്ചിട്ട് തിന്നാൻ അങ്ങനെയുണ്ട് നോക്കണ്ട നമുക്ക്. ഓ മണ്ണുണ്ടല്ലോ. കഴിക്കട്ടെ. യഥാർത്ഥ സാധനം പോലെ കള്ളമില്ല, ചതിയില്ല, ഇതിലൊന്നുമില്ല അല്ലേ? ഒറിജിനൽ മറുപടി.
ഉള്ളിയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ ഇത് ഇഷ്ടപ്പെടില്ല. അതായത് പീക്കും ഇഷ്ടാവില്ല ചിലപ്പോ. ഉള്ളിയുടെ ടേസ്റ്റ് ഒക്കെ അത്ര. നീ ഒരു കാര്യം ചെയ്യും, പീക്കമ്മേ അവള് ഉള്ളിയുടെ മണം പീക്കമ്മേ കുഞ്ഞാ പീക്കുവാ അങ്ങോട്ട് വരുമോ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്തേ. അമ്മ തിരുവാതിര ഒന്നും പറയരുതിട്ട. ഇന്ന് ടേസ്റ്റ് ചെയ്ത പോലെ അതിന് നോക്കിയേ. സത്യസന്ധമായ മറുപടി കേട്ടാ, സത്യസന്ധമായ മറുപടി പറയണേ. ആ ഉള്ളി ഇല്ലേ? ഉള്ളി ഇട്ട് നിനക്ക് ഇഷ്ടമായില്ലേ അല്ലേ? ഞാൻ പറയാടാ, നിനക്ക് ഓൾറെഡി ഉള്ളി ഇഷ്ടമല്ലല്ലോ. അമ്മയുടെ പോലെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത പോലെ ഒരു അങ്ങനത്തെ ആൾക്കാരാ. സ്പെഷ്യൽ പോവാ. സത്യസന്ധമായിട്ടുള്ള ഞാൻ പറയുന്നതാ. ഉള്ളി ഇത്ര പൊളി സാധനം എന്ന് പറഞ്ഞ പൊളി സാധനം. വേണമെങ്കിൽ പറഞ്ഞ പോലെ ഇത്തിരി ഉള്ളി കുറച്ചോ, അത്ര അധികം ഉള്ളി വേണ്ട ഗൈസ്. പക്ഷെ എനിക്ക് ഉള്ളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറെ ഹെവി ടേസ്റ്റ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തിട്ടിന്റെ ടേസ്റ്റ് എന്നറിയോ? ഈ പഴവും മറ്റിതും കൂടി വന്നപ്പോഴേ, ഏത് പഴവും ഇഞ്ചി നീരും കൂടി വന്നപ്പോഴേ നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിക്കില്ലേ, ആ ഒരു ഫ്ലേവറൊക്കെയാണ് ഇതിന് കൂടുതലായിട്ട് വരുന്നത്. വേറെ ലെവൽ സാധനം. ഇതിലിത്തിരി പഴം, ഇതിൽ ഉള്ളി കൂടിയിടി. ഇതില് ഉള്ളി കുറച്ച് മതി, ഇത്ര അധികം ഉള്ളി വേണ്ട. ഇതും കൂടി ഇട്ടിട്ട് ആക്കട്ടെ. ഭയങ്കര ഇഷ്ടമായി ഉള്ളി സാധനം. അപ്പൊ എന്തായാലും എല്ലാവരും പോയി ഉണ്ടാക്കി നോക്കിയോളൂ. ഞാനേ കുറച്ച് പഴം കൂടി അടിച്ചു. എന്നിട്ട് ഞാൻ അതില് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടു. അതില് കുറച്ച് ഇഞ്ചിയും പഴവും കൂടിയിട്ട് വീണ്ടും അടിച്ചു. കുറച്ച് അവിലിട്ടു. പോരായോ ഒന്നും എനിക്ക് അതുണ്ടാക്കിയത്. അതില് ചുവന്നുള്ളി ഇത്തിരി കൂടി. ആദ്യമായിട്ട് ഉണ്ടാക്കിയ കാരണം എന്തോരം ഉള്ളി വേണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും വെച്ചു. അപ്പൊ പറയ്. നല്ല ടേസ്റ്റുള്ള സാധനം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം, പറ്റുന്ന പിള്ളേർക്ക് 3 മണിക്കൊക്കെ ക്ലാസ് വിട്ട് വരുമ്പോ 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ പറ്റിയ സാധനം. ഉള്ളി അധികം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഇത്ര അധികം ഉള്ളി ഒന്നും ചേർക്കരുത്. അപ്പൊ ഇതുണ്ടാക്കി നോക്കണം. എന്റെ പേരറിയില്ല. അപ്പോ അവിൽ മിക്സ്. അപ്പൊ ഓക്കെ അല്ലേ, ബൈ.